ദൈവനാമത്തിൽ മഹത്വം. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കിയതിൽ എനിക്ക് അനുഗ്രഹം എന്നതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീവത്സ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ ശ്രീജിത്ത്. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ മുഖാന്തനെയാണ്. അവൾ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തു. അതിന് ശേഷം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞമ്മ വന്ന് ഉടമ്പടി എടുക്കണം, അപ്പം എല്ലാം നല്ലതായിട്ട് വരും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ പത്രമൊക്കെ കൊണ്ടുവന്ന് ഞാനതെല്ലാം വായിച്ചപ്പം ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ മോൻ കല്യാണം കഴിച്ചതിന് ശേഷം 4 വർഷമായി മക്കളില്ലായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അതിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തുവന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മോളുടെ അടുത്തോട്ട് ഞങ്ങൾ കൊണ്ടുവിട്ടായിരുന്നു. പഞ്ചാബിലായിരുന്നു മോൻ, ആർമിയിൽ ജോലി. അങ്ങനെ മോളെ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മോനൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അങ്ങനെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാനും ഉടമ്പടിയിൽ നിയോഗം വെച്ചു, എത്രയും പെട്ടെന്ന് എൻ്റെ മോനൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോള് പ്രഗ്നൻ്റായെന്ന് മോള് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ 7 മാസമായി. കുഞ്ഞിനെ കൊണ്ട് 5 മാസമായപ്പോൾ ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ എല്ലാ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിയോഗം വെച്ചത് എൻ്റെ ഈ മോന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അവന് 1.5 വർഷം കൊണ്ട് ജോലി ഇല്ലാതെ അബുദാബിയിലായിരുന്നു ആദ്യം. അവിടെ നിന്ന് പിന്നെ ജോലി ഇല്ലാതെ വന്നിട്ട് ഇവിടെ വന്ന് നാട്ടിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ പുറത്തോട്ട് പോകണമെന്നും പറഞ്ഞ് വന്ന് അങ്ങനെ 1.5 വർഷം കൊണ്ട് ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. അത് മോൻ പറഞ്ഞു അമ്മ ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉടമ്പടിയിൽ കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് സാധിച്ചില്ല. പിന്നെ മോനും കൂടെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് പേപ്പറുകളൊക്കെ നീങ്ങാൻ തുടങ്ങി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ 2 മാസത്തിന് മുമ്പ് സബ്മിഷൻ കഴിഞ്ഞു. ലാക്വേയിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സബ്മിഷൻ കഴിഞ്ഞ് ഇപ്പം മോന് ടിക്കറ്റും വിസയും എല്ലാം കിട്ടി. ഈ മാസം 11-ാം തീയതി മോൻ ലാക്വേക്ക് പോവുകയാണ്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 35 വർഷമായി മൈഗ്രെയിൻ ആയിരുന്നു. അത് ഒരുപാട് ലോകത്തിന് പോകാൻ ഡോക്ടർമാരില്ല. ഒരുപാടടുത്ത് പോയി ഡോക്ടർമാരുടെ അടുത്ത് ENT കണ്ട് സ്കാനിങ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, തലയ്ക്ക് സ്കാനിങ്ങുകൾ തന്നെ. അപ്പോഴെല്ലാം അവരെല്ലാം മൈഗ്രെയിനാ, കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു പ്രായമായി കഴിഞ്ഞാൽ മാറത്തോളം എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഹോമിയോ കഴിച്ചു, എന്നിട്ടൊന്നും ഒരു കുറവില്ല. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ മാസത്തിലൊരു 3 നാളും തലവേദന വന്നാൽ ഞാൻ 10-12 ദിവസം ഞാൻ കിടപ്പാണ് വീട്ടിൽ. ഒരു തലവേദന വന്നാൽ 4 ദിവസം ഞാൻ എണീക്കത്തില്ല, ആഹാരം പോലും കഴിക്കാതെ ഞാനങ്ങ് കിടക്കും. അത്രയ്ക്ക് കടുത്ത തലവേദനയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ മൈഗ്രെയിന് ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പോൾ 90% എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ മൈഗ്രെയിൻ മാറി. ഇപ്പോൾ അടുത്ത് ഇച്ചിരി പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി കുറവും ഉണ്ട്. എന്തായാലും കുഞ്ഞുണ്ടായതുകൊണ്ട് വീട്ടിൽ ഇച്ചിരി സമയക്കുറവുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു തലവേദന വരും. എന്നാലും അത് ഞാൻ തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കുടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് നിശേഷം അങ്ങ് മറ്റേ ഒരു തലവേദന വന്നാൽ എനിക്ക് ഗുളിക കഴിക്കാതെ ഞാൻ മാറത്തില്ല. ഒരുപാട് പെയിൻ കില്ലർ ഞാൻ കഴിച്ചതായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടിയതിന് ശേഷം എനിക്ക് ഗുളികയെ കഴിക്കണ്ട. ഞാനൊരു തലവേദന വന്നാലും ഉടനെ തൈലം തൂത്താണ്, എൻ്റെ മാതാവിൻ്റെ തൈലം തൂത്താണ് എനിക്ക് എൻ്റെ മൈഗ്രെയിൻ പെട്ടെന്ന് 1/2 മണിക്കൂറിനകം എനിക്കങ്ങ് മാറിക്കിട്ടും. പിന്നെ അടുത്ത സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത ഒരു അസുഖമായിരുന്നു. എന്തെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടായാൽ പോലും ഞാൻ ഉറക്കം വരത്തില്ല എനിക്ക്. അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായത്. അതിനുശേഷം ഇപ്പം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നല്ല സുഖമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നല്ലതുപോലെ ഉറങ്ങും. എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഞാൻ ഫുഡിനുള്ള അരിയും സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അവിടെ 1-2 അനാഥാലയങ്ങളുണ്ട്. അവരെ പോയി കാണുകയും ആ രോഗികളുടെ എല്ലായിടത്തും ഞാൻ തൈലം കൊണ്ടുവന്ന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം പ്രാർത്ഥിക്കും, എല്ലാവർക്കും സൗഖ്യം കിട്ടാൻ വേണ്ടി. പിന്നെ പത്രം കൊണ്ടുവന്ന് ഞാൻ പള്ളികളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊടുക്കാറുണ്ട്.
എല്ലായിടവും കൊണ്ടുവന്ന് പത്രം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. ഇതുവരെ അത് മുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ എവിടെ വയ്യാത്ത ഏതൊരു രോഗിയെ കണ്ടാലും പോകുന്ന വഴിക്ക് റോഡ് സൈഡിലെല്ലാം കണ്ടാലും ഞാൻ അവർക്കെല്ലാം പൈസ ആയിട്ട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞാൽ ജപമാല ദിവസവും ഒരു ദിവസവും ഞാൻ ജപമാല ചൊല്ലാതിരിക്കത്തില്ല. എന്നും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ യാത്രകളൊക്കെ പോകുമ്പോഴായാലും ഞാൻ മിക്കവാറും കൂടുതൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബൈക്കിലും ഒക്കെയാണ് യാത്ര പോകുന്നത്, ഒത്തിരി ദൂരെ ആയാലും. അപ്പോഴെല്ലാം ഞാൻ ഏത് യാത്ര എവിടെ പോയാലും ഞാൻ ആ ബൈക്കിലിരുന്ന് തന്നെ ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. വിശ്വാസപ്രമാണം എല്ലാം ചൊല്ലിയാണ്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇതുവരെ ഏത് പോയ വഴിക്കും സുഖമായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചിട്ട് വീട്ടിൽ വരുന്നത്. ഒരു കുഴപ്പവും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായിട്ടില്ല. ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. ഒരു പോകുന്ന വഴിക്ക് എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലും. ഇപ്പോഴായാലും ഇന്നായാലും ഇങ്ങോട്ട് വന്നപ്പോഴായാലും ഞങ്ങൾ കാറിലിരുന്നാലും ഞാൻ വെളുപ്പിനെ തൊട്ട് ഞാനിരുന്ന് വിശ്വാസപ്രമാണവും ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥന തന്നെ, അച്ഛൻ്റെ പ്രാർത്ഥന തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കാറിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എവിടെ പോയാലും ആ പ്രാർത്ഥനകളെല്ലാം പോകുന്ന വഴിക്ക് തന്നെ ഇരുന്ന് ബസ്സിലായാലും ഇരുന്ന് ഞാൻ പ്രാർത്ഥന ചെല്ലാറുണ്ട്, മുടക്കത്തില്ല. സായാഹ്ന പ്രാർത്ഥനയായാലും ഞാൻ കറക്റ്റ് സമയത്ത് ചൊല്ലുന്നുണ്ട്. ഇത്രയൊക്കെ എല്ലാ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പോൾ ഒന്നായിട്ടും എൻ്റെ തലവേദന ഇത്രയും മാറിയപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ കുടുംബത്തിലുമെല്ലാം നല്ല മാറ്റങ്ങളുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ഒരു കുഞ്ഞിനെയൊക്കെ തന്ന് അനുഗ്രഹിച്ചപ്പോഴത്തേക്ക് അതിലും പൂർണ്ണ സന്തോഷമുണ്ട് ഇപ്പോൾ വീട്ടിൽ. പിന്നെ എൻ്റെ മോനിപ്പം ജോലിയും കൂടെ ആയപ്പോഴത്തേക്ക് അതിലും എല്ലാ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോപ്പായിക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കുമെന്ന് എൻ്റെ ഈശോയോട് ഉറപ്പ് പറയുന്നു. എൻ്റെ മോന് 2 വാക്ക് പറയാനായിട്ട് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അമ്മ പറഞ്ഞ പോലെ ആദ്യം ഞാൻ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരില്ലയോ, ഉഴപ്പം കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യത്തില്ലെന്ന് വെച്ചിട്ട് ഞാൻ അമ്മയെടുത്താണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. പിന്നെ അമ്മ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിനെക്കാട്ടി കൂടുതൽ എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കളഞ്ഞിട്ടാണ് വന്നത്. കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് പുറത്തോട്ട് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത് നഷ്ടപ്പെടുത്തിയിട്ട് വന്നത്. ഇവിടെ വന്നിടയ്ക്ക് ഒന്നും ശരിയാവുന്നില്ല, തടസ്സങ്ങളായിരുന്നു. 1.5-2 വർഷമായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഒരു റിജക്ഷനും കാര്യങ്ങളും എല്ലാം വന്ന് ഞാൻ ഇവിടെ 16/7/2025 ഉടമ്പടി എടുക്കുന്നത്. എനിക്കിപ്പോൾ VFSൻ്റെ ഡേറ്റ് വന്നത് ജനുവരി 27 ഇപ്പം ഇന്നലെയാണ് പോയി ഞാൻ ടിക്കറ്റ് മേടിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്ന് അമ്മയെടുത്ത് നന്ദി പറയിട്ട് പോകാൻ വേണ്ടിയാണ്. ഒന്ന് അച്ഛനെ കാണുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായതും എനിക്കിപ്പോൾ ജോലി ശരിയായതും. ഞാനിപ്പോൾ 11-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാനും അമ്മയും കൂടെ പോയാണ് അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാനും അരിയും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പത്രം ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ലാറ്റ്വിയയിലോട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട്. അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും നന്ദി. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വശിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വചനമാണ്. ദൈവം നമ്മുടെ ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. വരണ്ട ഭൂമിയിലെ ജലവും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപയും ഉണങ്ങിയ വരണ്ട നിലത്ത് അരുവികളും തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നിരാശയിൽ പ്രത്യാശയും. ഉടമ്പടിയിൽ ദൈവം തൻ്റെ കൃപയുടെ ജലമാണ് നമ്മിലേക്ക് ഒഴുക്കുന്നത്. വരണ്ട ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയുമ്പോഴും പ്രശ്നങ്ങളിൽ ആത്മീയ ഉണർവും ഉടമ്പടിയിൽ മാത്രം നാം ലഭിക്കുന്നതാണ്. ഓരോ സാക്ഷ്യങ്ങളിലും മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ആ വരണ്ട ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ പുതിയ ഒരു ജലം നൽകി, ഒരു നീരുറവ നൽകി നമ്മെ പുതിയ വഴിയിലേക്ക് നടത്തുന്നതാണ് ഉടമ്പടി. ഒരു പുതിയ അരുവി തന്നെയാണ് നമുക്ക് വേണ്ടി ഒഴുകി തരുന്നത്. നമ്മുടെ ജീവിതത്തിലും സന്തതികളുടെ ജീവിതത്തിലും മക്കൾ അനുഗ്രഹമായിട്ടാണ് ഉടമ്പടി മക്കളുടെ ഓരോ സാക്ഷ്യത്തിലും മനസ്സിലാക്കുന്നത്. ശ്രീവത്സ എന്ന മകളുടെ സാക്ഷ്യത്തിലും ഈ സഹോദരി പറഞ്ഞതുപോലെ ആദ്യമൊക്കെ പത്രമാണ് കിട്ടിയത്. ആ പത്രം വായിക്കുകയും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലായിരുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4 വർഷം സാധിക്കാത്ത കാര്യമാണ്. ഉടമ്പടിയെടുത്ത് 1 മാസം കൊണ്ട് മകൾ ഫോൺ വിളിച്ച് പറയുന്ന കൺസീവാണെന്ന്. ഉടമ്പടി ഉടനടി പരിഹാരം എന്നതുപോലെയാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിന് മേൽ അധികാരമുള്ള സ്വാധീനമുള്ള അമ്മയോടാണ് നാം ഓരോ കാര്യവും നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്.
4 വർഷം സാധ്യമാകാത്ത കാര്യമാണ് 1 മാസത്തിനുള്ളിൽ സാധ്യമാക്കി ഈ മക്കളെ അനുഗ്രഹിച്ചത്. പിന്നീട് ഇളയ മകൻ ശ്രീജിത്തിൻ്റെ കാര്യമാണ് മകൻ സാക്ഷ്യപ്പെടുത്തി. 1.5 വർഷത്തോളം ജോലിക്കായി ആഗ്രഹിച്ചു, ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മകൻ ഉടമ്പടി എടുക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അമ്മയോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അമ്മ പ്രാർത്ഥിച്ചു. പിന്നീട് മകന് തന്നെ ബോധ്യപ്പെട്ടു, ഇനി ഞാൻ പ്രാർത്ഥിക്കാതെ പറ്റില്ല എന്നൊരു ബോധ്യമായി. പിന്നീട് ശ്രീജിത്ത് തന്നെ ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തത് പെട്ടെന്ന് തന്നെ ഈ മകന് ജോലി ശരിയാവുകയാണ്. ഇവിടെയും ഉടമ്പടി എടുത്ത് ഉടനടി ഈശോയും അമ്മയും ഈ സഹോദരങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് ജോലി ശരിയാവുകയും 9-ാം തീയതി മെയ് 11 ജോലിക്കായി പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ അമ്മയും മകനും ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് വേണം ഈ മകന് ജോലിക്ക് പോകുവാനായിട്ട്. അതുപോലെ തന്നെയാണ് 35 വർഷത്തോളം മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടു, ഫലമില്ല. ഉടമ്പടി വസ്തുക്കളായ തൈലവും നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരിക്ക് 35 വർഷം ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നാണ് ഈശോയും അമ്മയും സൗഖ്യപ്പെടുത്തുന്നത്. ഇവിടെയും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും നമ്മുടെ ആ വരേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഡോക്ടേഴ്സ് പോലും ഫലമില്ലാത്ത എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥയിൽ ഈശോയും അമ്മയുടെയും ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെയും ഉടമ്പടി വസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോഗത്തിലാണ് രോഗസൗഖ്യം ലഭിക്കുന്നത്. ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെയാണ്. പലർക്കും വിചാരിക്കും ഇത് എന്താണ് ഉറക്കമില്ലായ്മ എന്ന്. പക്ഷെങ്കിൽ ഉറക്കമില്ലാതെ ഉറക്കളച്ച് രാത്രി കഴിക്കുന്ന മക്കൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ അതും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിന് ശേഷം നല്ലൊരു ഉറക്കം നൽകി, ഉറങ്ങാനുള്ള ഒരു അനുഗ്രഹം നൽകിയാണ് ഈ സഹോദരി അനുഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവുമാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഈ കുടുംബം അനുഭവിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമാണ് ഇവരുടെ ജീവിതത്തിൽ. വരണ്ട ഭൂമിയിൽ ജലം നൽകുന്ന ദൈവം, ഉണങ്ങിയ നിലത്ത് അരുവികൾ തുറക്കുന്ന ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തിനു ഭയപ്പെടണം? ജീവിതത്തിൽ വരേണ്ട നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മ മാതാവ് കൃപാസനം അമ്മയാണ് കൃപയിലേക്കുള്ള വഴി തുറന്നു തരുന്നത്, നമ്മെ കരം പിടിച്ച് ആ കൃപയിലേക്ക് നയിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. പരിശുദ്ധ അമ്മയുടെ വചനം കേട്ട് നമുക്കും അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കും, ആത്മാവിൽ നിറയ്ക്കും. കൃപാസനം ഉടമ്പടി വഴി അമ്മയുടെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും അനുഗ്രഹവും നമ്മിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശ്രീവത്സയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.